റൈറ്റ് ടു പ്രൈവസി നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണല്ലോ ഇക്കാലത്ത്. റൈറ്റ് ടു പ്രൈവസിയെക്കുറിച്ച് അഥവാ ഒരു ഇന്ത്യൻ പൗരൻ റൈറ്റ് ടു പ്രൈവസി ഉണ്ടോ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും തന്നെ റൈറ്റ് ടു പ്രൈവസി അഥവാ പ്രൈവസി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് എന്ന് പറയുന്നില്ല. അപ്പോൾ പ്രൈവസി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലേ? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. എല്ലാവർക്കും 5WH മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ വാട്ട്, വെൻ, വെയർ, വൈ, ഹൂ ആൻഡ് ഹൗ എന്ന രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് റൈറ്റ് ടു പ്രൈവസിയെക്കുറിച്ചാണ്. അഥവാ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രൈവസിയെക്കുറിച്ച്. പ്രൈവസിയാണ്, നമുക്ക് ഭയങ്കര പ്രൈവറ്റായിട്ട് വേണം, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അംഗീകരിക്കപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം റൈറ്റ് ടു പ്രൈവസി ഉണ്ടോ, അല്ലെങ്കിൽ അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണോ, അല്ലെങ്കിൽ അതൊരു ആർട്ടിക്കിളിൽ നിന്ന് മാത്രം വരുന്നൊരു ചെറിയ റൈറ്റ് ആണോ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനൊരു എപ്പിസോഡ്. നമുക്ക് ആദ്യം ഗ്ലോബൽ ലെവലിൽ തന്നെ നോക്കാം. USA അഥവാ US കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 4th അമെൻമെൻറ്റ് പ്രകാരം അവിടെ റൈറ്റ് ടു പ്രൈവസി ഉണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ GDPR അഥവാ ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ റൂൾസ് അനുസരിച്ച് അവരൊരു മോഡൽ സെറ്റ് ചെയ്യുകയും അവിടെ റൈറ്റ് ടു പ്രൈവസി അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 12 ഓഫ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ഇതിൻ്റെയും ആർട്ടിക്കിൾ 17 ഓഫ് ഇൻ്റർനാഷണൽ കോവനന്റ് ഓഫ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് അഥവാ ഇൻ്റർനാഷണൽ ചാർട്ടർ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് തുടങ്ങിയ ഇതിലെല്ലാം റൈറ്റ് ടു പ്രൈവസിയെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ റൈറ്റ് ടു പ്രൈവസി ഉണ്ടോ? അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കണം. ആദ്യം നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്ക് പോകാം. അവിടെ KS കരീമുദ്ദീൻ എന്ന മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അന്ന് ആവശ്യപ്പെട്ടിരുന്നു റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കണമെന്ന്. എന്നാൽ അന്നത്തെ അവസ്ഥയൊക്കെ പരിഗണിച്ച് അന്ന് BR അംബേദ്കർ തുടങ്ങിയ മറ്റ് ലീഡേഴ്സ് ആരും തന്നെ ഇതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടൊന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നില്ല. എന്നാൽ നമുക്ക് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടി. അതിനുശേഷമൊക്കെ പല കേസുകൾ വന്നു, പല ജഡ്ജ്മെൻറ്റ്സ് വന്നു. ആദ്യമേ വരുന്നത് 1954 MP ശർമ്മ വേഴ്സസ് സതീഷ് ചന്ദ്ര എന്നുള്ള കേസിൽ 8 അംഗ ബെഞ്ചാണ് പരിഗണിക്കുന്നത് സുപ്രീം കോർട്ടിൻ്റെ ഈ കേസ്. അതനുസരിച്ച് ഡാൽമിയ ഗ്രൂപ്പ് അഥവാ ഡാൽമിയ ജെയിൻ എയർവേസ് ലിമിറ്റഡ് എന്ന ഗ്രൂപ്പിൻ്റെ അവരുടെ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലമായി ബന്ധപ്പെട്ട് അവരുടെ പല സ്ഥാപനങ്ങളും റെയ്ഡ് നടക്കുകയും പല ഡോക്യുമെൻറ്റ്സ് പിടിച്ചെടുക്കുകയും പല ഡോക്യുമെൻറ്റ്സും സെർച്ച് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അവരുടെ പ്രൈവറ്റ് ഡോക്യുമെൻറ്റ്സ് സെർച്ച് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ള വാദത്താൽ അവർ കോടതിയെ സമീപിക്കുകയും അത് അവരുടെ പ്രൈവസിയിലൊരു ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ കോടതി അതിനെ റിമാർക്ക് ചെയ്തത് പ്രൈവസി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല എന്നും അതുകൊണ്ട് തന്നെ അതിനെ അങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുമൊക്കെയായിരുന്നു. എന്നാൽ ചെറിയ ചെറിയ വാദങ്ങളൊക്കെ ഉയർന്നുവെങ്കിലും അത് വലിയ രീതിയിലൊന്നും എത്തിയില്ല. പിന്നീടൊരു കേസ് വരുന്നത് ഖരക് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് 1962 6 അംഗ ബെഞ്ച് പരിഗണിച്ചൊരു കേസാണ്. അതനുസരിച്ച് ഖരക് സിംഗ് എന്നൊരാളിനെ പോലീസ് സസ്പെക്ട് ചെയ്യുകയും ഒരു ഡാക്കോട്ടി കേസിൽ അഥവാ ഒരു ആയുധധാരികളായി പോയി ഒരു സ്ഥലം കൊള്ളയടിക്കുകയും കൊലപാതകങ്ങളൊക്കെ നടത്തുന്ന ഒരു കേസിൽ അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ്സ് നടക്കുക, സെർച്ച് ചെയ്യുക, ട്രാക്ക് ചെയ്യുക, പോകുന്ന സ്ഥലങ്ങളൊക്കെ നോക്കുക, പോകാതിരിക്കുക എന്ന് പറയുക എന്നുള്ള പല പല കാര്യങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഈ കേസ് സുപ്രീം കോർട്ടിലെത്തിയപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞത് പ്രൈവസി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല എന്നാണ്. അതുപോലെ പക്ഷേ അദ്ദേഹം എവിടെയെങ്കിലും പോകുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുകയോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. റൈറ്റ് ടു ട്രാവൽ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് നമുക്കറിയാം. ആർട്ടിക്കിൾ 19 ഉൾപ്പെടുത്തിയിരുന്ന ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇതിനെതിരെ നല്ല രീതിയിൽ വിമർശനങ്ങൾ വന്നിട്ടു. കാരണം റൈറ്റ് ടു പ്രൈവസിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ജസ്റ്റിസ് സുബ്ബറാവോ അദ്ദേഹം പറഞ്ഞിരുന്നു, ഒരാൾക്ക് എവിടെ വേണോ ഫ്രീ ആയിട്ട് പൊക്കോളൂ എന്ന് നിങ്ങൾ പറയുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം എവിടെയൊക്കെ പോകുന്നു എന്ന് നമ്മൾ ട്രാക്ക് ചെയ്യപ്പെടുകയും ചെയ്താണ്, അതിനെന്ത് ഫ്രീ മൂവ്മെൻ്റ് ആണുള്ളത് എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പല രീതിയിൽ അതിനെക്കുറിച്ചുള്ള വാദങ്ങളും എതിർവാദങ്ങളും ഒക്കെ വന്നു. അത് വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി അല്ലെങ്കിൽ അതിനൊരു നിയമപരമായ അംഗീകാരമൊന്നും കിട്ടാതെ അതങ്ങ് പോവുകയാണ് ചെയ്തത്. പിന്നീട് വരുന്നത് ചെറിയ ചെറിയ കേസുകളൊക്കെ വന്നിരുന്നു. ചെറിയ ചെറിയ കേസുകൾ പല പല ഹൈക്കോർട്ട്സിൽ വന്നു. ഗോവിന്ദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്, രാജഗോപാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ പോലുള്ള പല പല കേസുകളിലും പ്രൈവസിയെക്കുറിച്ച് അംഗീകരിക്കപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ പ്രൈവസി ചെറിയ തോതിലൊക്കെ പ്രൈവസിയെക്കുറിച്ചുള്ള വാക്കുകളും അഥവാ അതൊരു ചെറിയ ആക്റ്റാണെന്നൊക്കെ രീതിയിലൊക്കെ വന്നിരുന്നു. പിന്നീട് ഒരു കേസ് വരുന്നത് അഥവാ ഒരു സുപ്രീം കോടതി ലെവലിലൊരു കേസ് വരുന്നത് പല മന്ത്രിമാരുടെയും ഫോൺ ടാപ്പ് ചെയ്യപ്പെടുകയും ഫോൺ ടാപ്പിങ്ങിനെക്കുറിച്ച് ഒരു PIL അഥവാ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PUCL അഥവാ പീപ്പിൾസ് യൂണിയൻ ഓഫ് സിവിൽ ലിബർട്ടീസ് എന്ന ഓർഗനൈസേഷൻ സുപ്രീം കോടതിയെ സമീപിക്കുകയും എന്താണ് ഈ ഫോൺ ടാപ്പിംഗ് അഥവാ എല്ലാവരും ഫോൺ ഇങ്ങനെ ടാപ്പ് ചെയ്താൽ അതൊരു പ്രൈവസി ഇൻഫ്രിഞ്ച്മെൻ്റ് അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു PIL സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന് സുപ്രീം കോർട്ട് ഒരു വിധി പുറപ്പെടുവിച്ചു. അതിലവർ പറയുന്നത് റൈറ്റ് ടു പ്രൈവസിയെ ഒരു റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി അഥവാ നമുക്ക് സ്വതന്ത്രമായി ജീവിക്കണമെങ്കിൽ റൈറ്റ് ടു പ്രൈവസി വേണമെന്നും
സ്വതന്ത്രമായി നമ്മൾ ജീവിക്കുന്നത് അഥവാ റൈറ്റ് പേഴ്സണൽ ലിബർട്ടി ആൻഡ് റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 അടിയിൽ വരുന്ന ഒന്നാണ്. അതുകൊണ്ട് അതിൻ്റെ അടിയിൽ അഥവാ ആർട്ടിക്കിൾ 21 നിന്നും ഒരു എക്സ്റ്റൻഷനായി റൈറ്റ് ടു പ്രൈവസി വരും എന്ന രീതിയിൽ സുപ്രീം കോടതി റിമാർക്ക് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, നമ്മുടെ ടെലിഫോണിക് കോൺവെർസേഷൻ ടാപ്പ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ടല്ലേ. നമ്മുടെ സിനിമകളിലായാലും ഒക്കെ നമ്മൾ ടെലിഫോണിക് കോൺവെർസേഷൻ ടാപ്പ് ചെയ്യപ്പെടുന്നു, ആ മന്ത്രിയുടെ ടാപ്പ് ചെയ്തു അല്ലെങ്കിൽ ഈ ആളുടെ ടാപ്പ് ചെയ്തു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർനെറ്റ് പല സ്ഥലങ്ങളും കട്ട് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം ആർട്ടിക്കിൾ 370 നള്ളിഫൈ ചെയ്തപ്പോൾ ജമ്മു കാശ്മീരിൽ ഇൻ്റർനെറ്റ് കുറേ നാളൊക്കെ അവിടെ കട്ട് ചെയ്തിരുന്നു. ഇതൊക്കെ ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ടിൽ നിന്ന് വരുന്നതാണ്. 1885 ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ടിൽ നിന്ന് വരുന്നതാണ്. അതിൻ്റെ ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് 1885 സെക്ഷൻ 5 ക്ലോസ് 2 അനുസരിച്ചാണ് ഫോൺ ടാപ്പ് ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിനെതിരെയാണ് സുപ്രീം കോടതി അന്ന് പറഞ്ഞിരുന്നത്, ഇങ്ങനെ പ്രൈവസിയാണ് അഥവാ ഫോൺ ടാപ്പ് ചെയ്യപ്പെടുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതിനെ ഇങ്ങനെ ടാപ്പ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലിബർട്ടി അഥവാ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഇൻഫ്രിഞ്ച് ചെയ്യുന്നത് അഥവാ തടസ്സപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് ആർട്ടിക്കിൾ 21 അടിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ടെലിഗ്രാഫ് റൂൾസിൽ കുറച്ച് അമെൻമെൻറ്റ് കൊണ്ടുവന്ന് റൂൾ 41(9) ക്ലോസ് എ അനുസരിച്ച് അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റാൻസിൽ യൂണിയൻ ഹോം സെക്രട്ടറിക്കോ സ്റ്റേറ്റ് ഹോം സെക്രട്ടറിക്കോ പെർമിഷൻ കൊടുത്ത് ഫോൺ ടാപ്പ് ചെയ്യാൻ പെടാം. അഥവാ ഒരു അൺഅവോയ്ഡബിൾ അഥവാ മാറ്റി നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം, നാഷണൽ സെക്യൂരിറ്റിയോ പേഴ്സണൽ ഒരു പബ്ലിക് പ്രോബ്ലമോ ഒക്കെ വരുന്ന സമയത്ത് ഫോൺ ടാപ്പ് ചെയ്യപ്പെടാം എന്ന് അന്ന് കോടതി പറഞ്ഞിരുന്നു. എന്നാൽ പ്രൈവസിയെക്കുറിച്ചൊക്കെ ഒരു വലിയ ലാൻഡ്മാർക്ക് കേസ് അല്ലെങ്കിൽ ഇതിലൊരു മൊത്തത്തിലൊരു വ്യത്യാസം കൊണ്ടുവന്നതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് KS പൊട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017 നടന്നൊരു കേസാണ്. അഥവാ നമ്മൾ ആധാർ കേസ് എന്ന് പറയും. KS പൊട്ടുസ്വാമി അഥവാ ഒരു 91 വയസ്സുള്ള ഒരു റിട്ടയർഡ് കർണാടക ഹൈക്കോടതി ജഡ്ജായിരുന്നു. അദ്ദേഹം നമുക്കറിയാം ആധാർ എന്ന പ്രോജക്റ്റ് അത് ഗവൺമെൻറ്റിൻ്റെ ഒരു അംബീഷ്യസ് പ്രോജക്റ്റായിരുന്നു ആധാർ. അത് കൊണ്ടുവന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ കാസ്റ്റ്, റിലീജിയൻ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം, അഡ്രസ്സ്, ഫോൺ നമ്പർ തുടങ്ങിയെല്ലാം നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു പ്രൈവസി വയലേഷൻ അല്ലേ? അതായത് ഇതൊക്കെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, ഇതിലേക്കൊക്കെ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുമ്പോൾ അതൊരു പ്രൈവസി വയലേഷൻ അല്ലേ എന്നും പറഞ്ഞ് അദ്ദേഹം കോർട്ടിൽ ചലഞ്ച് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ നമുക്കറിയാം ഇതിനു മുമ്പും പല കേസുകളും നമ്മൾ പറഞ്ഞതിലൊക്കെ വലിയ വലിയ ബെഞ്ച് അഥവാ 8 അംഗ ബെഞ്ച്, 6 അംഗ ബെഞ്ച് തുടങ്ങിയ വലിയ വലിയ സുപ്രീം കോടതി ബെഞ്ചുകളൊക്കെയാണ് കേസുകളൊക്കെ പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയും തുടങ്ങി ഒരു 9 അംഗ ബെഞ്ചാണ് ഈ കേസ് അഥവാ KS പൊട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017 അഥവാ ആധാർ കേസ് പരിഗണിക്കുന്നത്. അതിനെ തുടർന്ന് ഒരു 547 പേജുള്ള ഒരു വലിയ ജഡ്ജ്മെൻറ്റ് തന്നെയാണ് കോടതി പുറപ്പെടുവിച്ചത്. അതിൽ യുനാനിമസ്ലി അഥവാ ഏകകണ്ഠേന അവരുടെ ഒരു തീരുമാനം പറയുന്നുണ്ട്. റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 14 അഥവാ നമ്മുടെ റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി തുടങ്ങിയവയിൽ നിന്നും വരുന്നത് അഥവാ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായി കണക്കാക്കപ്പെടണം എന്നാണ് സുപ്രീം കോടതി അത് പറഞ്ഞത്. അതായത് റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഇതിൻ്റെയൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി നോക്കുവാണെങ്കിൽ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21 തുടങ്ങിയവയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കറക്റ്റായിട്ട് കവർ ചെയ്യുന്നുണ്ടെന്നും അല്ലെങ്കിൽ ആർട്ടിക്കിൾ 14, 19, 21 അനുസരിച്ച് റൈറ്റ് ടു പ്രൈവസി കറക്റ്റായിട്ട് കവേർഡ് ആണെന്നും അതിൻ്റെ ഒരു പ്രത്യേക ആർട്ടിക്കിൾ വേണ്ട എന്നും അന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് നമുക്ക് ഇന്ന് നമ്മൾ എൻജോയ് ചെയ്യുന്ന അഥവാ നമ്മൾ പറയുന്നുണ്ട് നമുക്ക് പ്രൈവസി ഉണ്ട്, നമുക്ക് പ്രൈവസി ഉള്ളതാണ്, എവിടെ ചെന്ന് നമുക്കറിയാം നമ്മുടെ ഡേറ്റ ഒക്കെ ഒരുപാട് പ്രൈവറ്റ് ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു യുഗത്തിൽ അഥവാ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ യുഗത്തിൽ പ്രൈവസിക്കുള്ള ഇമ്പോർട്ടൻസ് നമുക്കറിയാം. അത് നമ്മുടെ ഡേറ്റ തന്നെയാണ്. ഡേറ്റ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ ഡേറ്റ വിൽക്കപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ യൂട്യൂബ് ആയാലും ഒക്കെ കാര്യങ്ങൾ, യൂട്യൂബ് ആയാലും നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയുള്ള നമ്മുടെ പല പ്ലാറ്റ്ഫോംസിലും നമ്മുടെ ഡേറ്റയാണ് മെയിൻ. അപ്പോൾ ഡേറ്റ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് വെച്ചിട്ട് തന്നെയാണ് നമ്മളെ എങ്ങനെ ഒരാൾക്ക് അനലൈസ് ചെയ്യാൻ പെടുന്നു, അല്ലെങ്കിൽ പ്രൈവസിക്ക് ഇന്നൊരു വാല്യൂ കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വലിയ തോതിൽ കോടതി അംഗീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നമുക്ക് പറയാം നമ്മുടെ പ്രൈവസി അഥവാ റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 14, 19, 21 എന്നുള്ളതിനെ തുടർന്ന് റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അതോടൊപ്പം നമ്മൾ മറ്റൊരു കേസ് പറയണം. അഥവാ നമ്മൾ വിനീത് കുമാർ കേസ് അഥവാ 2019 വിനീത് കുമാർ കേസ്, ഇതൊരു പുതിയ കേസാണ്, 2019 കേസാണ്. ഈ കേസ് പ്രകാരം ഒരു ബാങ്ക് എംപ്ലോയിയുടെ ഒരു ബ്രൈബറി കേസ് അഥവാ ഒരു കൈക്കൂലി കേസ് അനുസരിച്ച് അവരുടെ ഫോൺ ടാപ്പ് ചെയ്യപ്പെടുകയും അത് പബ്ലിക് സേഫ്റ്റി അഥവാ പബ്ലിക് എമർജൻസി പരമായി അവരുടെ ഫോൺ ടാപ്പ് ചെയ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ ചലഞ്ച് ചെയ്തു. എന്നാൽ അപ്പോൾ കോടതി റിമാർക്ക് ചെയ്തത് ഒരു ബ്രൈബറി കേസ് അഥവാ ഒരു കൈക്കൂലി കേസ്, ഒരു ഫിനാൻഷ്യൽ പരമായി ബന്ധപ്പെട്ടുള്ള ഒരു കൈക്കൂലി കേസിന് ഒരു പബ്ലിക് സേഫ്റ്റിയോ അല്ലെങ്കിൽ ഒരു പബ്ലിക് എമർജൻസിയോ ഉള്ളൊരു ത്രഷോൾഡിലേക്ക് ഉയർത്താൻ ഒരിക്കലും കഴിയില്ല എന്നും അതുകൊണ്ട് തന്നെ അതൊരു വയലേഷൻ ഓഫ് റൈറ്റ് ടു പ്രൈവസി ആണ് എന്നുമാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും
ഇങ്ങനെ റൈറ്റ് ടു പ്രൈവസീനെ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസിയെ ഉപയോഗിക്കാൻ പെടാൻ പറ്റില്ല, അഥവാ പ്രൈവസി ഇൻഫ്രിഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തി ഉപയോഗിക്കാൻ കഴിയുകയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, വലിയ വലിയ കേസുകൾ അഥവാ നമ്മളിപ്പോൾ നാഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ പബ്ലിക് സേഫ്റ്റി, പബ്ലിക് എമർജൻസി പോലുള്ള കാര്യങ്ങളിലേക്ക് ഉൾപ്പെടുമ്പോൾ റൈറ്റ് ടു പ്രൈവസി ഇല്ലാതിരിക്കും. കാരണം നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്നും തന്നെ അബ്സല്യൂട്ട് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടാവില്ല. ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മളിപ്പോൾ കൊറോണ ടൈമാണ്, നമുക്കറിയാം ലോക്ക്ഡൗൺ ഒക്കെ ഉണ്ടായിരുന്നു, ലോക്ക്ഡൗൺ ഉള്ള സമയങ്ങളുണ്ട്. അപ്പോൾ ഒന്നും നമുക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റില്ല. നമുക്കറിയാം നമ്മൾ ആർട്ടിക്കിൾ 19 അനുസരിച്ച് റൈറ്റ് ടു ട്രാവൽ ഉണ്ട്. പക്ഷേ നമുക്ക് ആ സമയത്ത് ഇറങ്ങി നടക്കാൻ പറ്റില്ല. അതൊരു സ്പെഷ്യൽ ടൈമാണ്. ആ സമയത്തേക്ക് നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല. അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റിനെ കുറച്ച് നാളത്തേക്ക് ഇല്ലാതാക്കും. അതുപോലെ തന്നെ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്തൊന്നും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്നും വലിയ തോതിൽ നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് അതൊരു ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ആബ്സല്യൂട്ട് റൈറ്റ് അല്ല, അഥവാ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നൊരു റൈറ്റ് അല്ല. ഇതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം ആർട്ടിക്കിൾസും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ അതൊക്കെ മറ്റൊരു എപ്പിസോഡിൻ്റെ ടോപ്പിക്കാണ്. നിങ്ങളെല്ലാം സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ വോയിസ് ക്ലിപ്പ് തന്നെ നമുക്ക് സെൻഡ് ചെയ്ത് തരാവുന്നതാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.